വനിതാ ലോകകപ്പിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിനിടെ വിവാദ പ്രസ്താവനയുമായി കമന്റേറ്റർ. പാക് അധിനിവേശ കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്ന കമന്റേറ്റർ സന മീർ വിശേഷിപ്പിച്ചു. പാകിസ്ഥാൻ മുൻ താരം കൂടിയാണ് സന മീർ. നമുക്ക് ആദ്യം ആ കമന്ററി ഒന്ന് കാണാം. നിങ്ങൾക്കറിയുന്നത് പോലെ അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഇന്ത്യയെ ആക്രമിച്ചു കയറാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമം, ഈ കാശ്മീരിനെ ആക്രമിച്ച ശ്രമം, കാശ്മീർ ഇന്ത്യയോട് ചേരാൻ തീരുമാനിച്ചപ്പോൾ പാകിസ്ഥാൻ പിടിച്ചുവെച്ച പ്രദേശമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് പാകിസ്ഥാൻ പറയുന്ന ഭാഷയിൽ ആസാദ് കാശ്മീർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ അന്നത്തെ ഒരു തീരുമാനമായിരുന്നു ഇന്ത്യയോട് ചേരുക എന്നുള്ളത്. അതിൽ നിന്ന് വിഘടിച്ചു മാറി പാകിസ്ഥാൻ പിൻബലത്തോടെ മാറി നിന്ന ഈ പ്രദേശം ഇപ്പോൾ ഒരു കമന്റിൽ വിവാദമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രതിഷേധമുണ്ടാക്കിയ ഒരു പരാമർശമാണ് ഈ സന മീർ നടത്തിയത്. അവർ പാകിസ്ഥാനിലെ മുൻ താരമാണ്, വളരെ അറിയപ്പെട്ട ആളാണ്, അറിയപ്പെട്ട കമന്റേറ്ററുമാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, കടുത്ത പ്രതിഷേധം ക്ഷണിച്ചു വരുന്ന ഒരു പരാമർശമാണ് ഈ ഇത്തരമൊരു കമന്ററിക്കിടയിൽ അവർ വെച്ച് കാച്ചിക്കളഞ്ഞത്. പറയൂ. തീർച്ചയായും എസ് കെ, നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത്ര നല്ല നിലയ്ക്കല്ല കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഏഷ്യ കപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. ഏഷ്യ കപ്പിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായി, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആ വിവാദങ്ങളുടെ തുടർച്ച എന്നോണം, അല്ലെങ്കിൽ ആ വിവാദങ്ങൾ നിലനിർത്തണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹം ഉണ്ട് എന്ന രൂപത്തിലാണ് ഇപ്പോൾ സന മീറിന്റെ ഈ കമന്ററി വന്നിട്ടുള്ളത്. സന മീർ ഒട്ടും ചെറിയൊരു ആളല്ല. കാരണം ICCയുടെ ഹോൾ ഓഫ് ഫെയിമിൽ വന്നിട്ടുള്ള ഒരുപക്ഷെ പാകിസ്ഥാനിലെ ഏറ്റവും പ്രശസ്തിയായ താരം കൂടിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന താരമാണ്. അന്താരാഷ്ട്ര കമന്ററിയിൽ വലിയ പേരെടുത്ത ആൾ കൂടിയാണ് സന മീർ. ആ സന മീറാണ് ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരത്തിനിടയിൽ നതാലിയ പർവൈസ് എന്ന താരത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത്. നമുക്കറിയാം, ഇന്ത്യ ഒരിക്കലും ആസാദി കശ്മീർ എന്നുള്ളൂ, കശ്മീരിനെ എല്ലാ കാലവും ഇന്ത്യയുടെ ഭാഗമായാണ് ഇന്ത്യ കാണാറുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ അതിനെ പാക് ഒക്യുപൈഡ് കാശ്മീർ എന്നും പാക് അധീന കശ്മീർ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അത് മാത്രമല്ല, പാക് അഡ്മിനിസ്ട്രേറ്റീവ് കശ്മീർ എന്നാണ് മറ്റൊരു തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ വലിയ രൂപത്തിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നത്. പാകിസ്ഥാന്റെ കൂടി നിയന്ത്രണമുള്ള, പാകിസ്ഥാന് ഭരിക്കാൻ അവകാശം നൽകിയിട്ടുള്ള ഒരു കശ്മീർ എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്നത്. അതിനെ പാക് അഡ്മിനിസ്ട്രേറ്റീവ് കശ്മീർ എന്നാണ് പറയുന്നത്. ഒരിക്കലും ആസാദ് കശ്മീർ എന്ന പ്രയോഗം ഇന്ത്യയോ മറ്റ് ലോകരാജ്യങ്ങളോ പാക് ഒക്കുപൈഡ് കാശ്മീരിനെ വിശേഷിപ്പിക്കാറില്ല. ഇന്ത്യ അതിനെ അംഗീകരിക്കുന്നുമില്ല. ആസാദ് കശ്മീർ എന്നുള്ള പ്രയോഗം ഇന്ത്യ ഒരു കാലത്തും അംഗീകരിക്കുന്നതല്ല. അങ്ങനെ ഒരു പ്രയോഗമാണ്, അങ്ങനെ ഒരു പരാമർശമാണ് ഇപ്പോൾ സന മീറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ICCയിലേക്ക് അടക്കം BCCI ഇപ്പോൾ ICCക്ക് പരാതി നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി ഒക്ടോബർ 5-ാം തീയതി ഇന്ത്യയും പാകിസ്ഥാനും 2 വനിതാ ടീമുകൾ ഏകദിന ലോകകപ്പിൽ മത്സരിക്കാനിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഏഷ്യ കപ്പിന്റെ തുടർച്ച എന്നോണം ഈ വരാൻ പോകുന്ന ഒക്ടോബർ 5-ന് നടക്കാൻ പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ വനിതാ ഏകദിന മത്സരവും വലിയ രൂപത്തിൽ വിവാദങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് തിരികൊളുത്തുന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ സന മീറിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും BCCI ഇക്കാര്യത്തിൽ വലിയ പരാതി നൽകിയിട്ടുണ്ട്. BCCയുടെ കഴിഞ്ഞ ഇന്ത്യ ഏഷ്യ കപ്പിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായ പരാതികളൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. പാകിസ്ഥാൻ താരങ്ങളുടെ ഭാഗത്തുണ്ടായ വലിയ പ്രകോപനം, അതിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ പരാമർശിച്ചുകൊണ്ടാണ് അവരുടെ പ്രകോപനപരമായ ആംഗ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ആ പരാതികൾ നിലനിൽക്കുന്നു. ആ പരാതികളിൽ പാകിസ്ഥാൻ താരങ്ങൾക്കെതിരെ വലിയ നടപടി ഉണ്ടാകുന്ന സൂചനകളിലേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പേരെടുത്ത താരമായിരുന്നു, ഇപ്പോൾ കമന്റേറ്ററാണ്, ICCയുടെ ഹോൾ ഓഫ് ഫെയിമിൽ വന്നിട്ടുള്ള മുൻ താരമാണ്. ആ താരമാണ് സന മീർ. സന മീറിന്റെ ഭാഗത്താണ് ഇപ്പോൾ ആസാദ് കശ്മീർ എന്നുള്ള പരാമർശം ഉണ്ടായിട്ടുള്ളത്. ആസാദ് കശ്മീരിൽ കളിച്ചു വളർന്ന ഒരു താരമാണ് നതാലിയ പർവീസ്. അവരാണ് ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു വലിയ രൂപത്തിലുള്ള കമന്ററി. ഒരുപക്ഷെ കമന്ററി എന്ന് പറയുന്നത് ക്രിക്കറ്റിനെ സംബന്ധിച്ച് വലിയ രൂപത്തിൽ വലിയ പ്രാധാന്യത്തോടെ കാണുന്നതാണ്. താരങ്ങളെക്കുറിച്ചും കളിയെക്കുറിച്ചും വലിയ രൂപത്തിൽ അതിൻ്റെ നയപരവും അതിൻ്റെ കളിയുടെ എല്ലാ വശങ്ങളെയും പരിശോധിച്ചുകൊണ്ട് പറയുന്ന വിലയിരുത്തലായിട്ടാണ് കമന്ററി കാണുന്നത്. ആ കമന്ററിയിലാണ് ആസാദ് കശ്മീർ എന്നുള്ള പേര് പരാമർശിച്ചുകൊണ്ട് സന മീറിന്റെ പരാമർശം ഉണ്ടായിട്ടുള്ളത്. വലിയ രൂപത്തിലുള്ള വിമർശനം ഇക്കാര്യത്തിൽ ക്രിക്കറ്റ് ലോകത്തു നിന്നും രാഷ്ട്രീയ ലോകത്തു നിന്നും ഉണ്ടായി കഴിഞ്ഞു. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ബാലകൃഷ്ണൻ. എന്തായാലും സന മീറിന്റെ കമന്ററിയിലെ പരാമർശം വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന പരാമർശമാണ് അവർ നടത്തിയത്. കളിക്കിടയിൽ രാഷ്ട്രീയം കുത്തിക്കലർത്തിയ ഈ താരം എന്നുള്ളത് നമ്മളെ വല്ലാത്ത കോപാകുലരാക്കുന്നു എന്നതാണ് സംശയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.